പണ്ട് പണ്ട് കാലത്ത് കോർബ എന്ന നാട്ടിൽ സഞ്ജയ് ശാന്തി എന്ന ചേട്ടൻ അനിയത്തി ഉണ്ടായിരുന്നു. അവർക്ക് ചെറിയ വയസ്സിലെ അച്ഛനും അമ്മയും മരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും പരസ്പരം ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു. ശാന്തിക്ക് ചേട്ടൻ എന്ന ജീവനാണ്. ചേട്ടൻ ജോലിയിൽ നിന്ന് തിരിച്ചു വരും വരെ ഒന്നും കഴിക്കാതെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ സഞ്ജയ് ആണെങ്കിൽ വരുന്ന വഴിയിൽ കൂട്ടുകാരൻ ഭാസ്കറിനെ കണ്ട് അവരുടെ വീട്ടിൽ നിന്ന് എന്തോ ഒന്ന് കഴിച്ച് അനിയത്തിക്കും പൊതിയെടുത്തോണ്ട് അതേ വഴിയിൽ ഇനിയൊരു സുഹൃത്ത് വെങ്കട്ടിനെ കണ്ട് കുറച്ചു നേരം അവനോട് സംസാരിച്ച് പിന്നെ മെല്ലെ വീട്ടിലേക്ക് പോയി. എന്താ ചേട്ടാ, എന്നു ലേറ്റാണല്ലോ, പെട്ടെന്ന് വരാലോ. എത്ര തവണ പറയണം? ദിവസവും എപ്പോഴെങ്കിലും എന്റെ ചങ്ങാതിയെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കമേ വരില്ല. ഇതാ റവ ലഡു, വാങ്ങ്. ഭാസ്കറിന്റെ വീട്ടിലുണ്ടാക്കിയതാ, കഴിക്ക്. നിന്റെ കൂട്ടുകാരെ കുറിച്ച് കേട്ടതല്ലാതെ അവരെ കണ്ടിട്ടില്ലല്ലോ ചേട്ടാ. ശരി, അധികം വൈകാതെ നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുപോകാം. അങ്ങനെ ഇരിക്കെ കോർബയ്ക്ക് അടുത്ത് തന്നെ ത്രിപൂർവ എന്നൊരു നാടുണ്ടായിരുന്നു. ആ നാട്ടിൽ ഇരുട്ടായാൽ മതി ആൾക്കാര് പേടിക്കുമായിരുന്നു. ഏതോ ദുഷ്ടപ്രേതത്തിന്റെ കയ്യിൽ ഒരുപാട് ആൾക്കാർ മരിക്കുന്നു. ഇരുട്ടായതിനു ശേഷം നാടിന് വെളിയിലുള്ള ശ്മശാനത്തിൽ അടുത്തുള്ള ആൽമരത്തിന്റെ മേളിൽ ദുഷ്ടപ്രേതങ്ങൾ വിളിച്ചോണ്ടിരിക്കും. കല്യാണം കഴിക്കാത്ത യുവതികളെ ആകർഷിച്ച് കൊല്ലുകയാണ്. സുന്ദരിയായിട്ടില്ലയോ, ഒന്നും കൊള്ളില്ലല്ലോ, എന്റെ ജോഡി നീയാണല്ലോ. സുന്ദരിയായിട്ടില്ലയോ, ഞാൻ സുന്ദരിയല്ലേ, എന്റെ ജോഡി നീയാണല്ലോ. അവളുടെ ആകർഷണ ഗാനത്തിൽ കല്യാണം കഴിക്കാത്ത ചെക്കനും പെണ്ണും മോഹിതരാകും. അതിന്റെ ആകർഷണത്തിൽ വീണ് പോയവരെ അവിടെ തന്നെ കൊന്ന് ചോര കുടിക്കും. പക്ഷേ ഇതെല്ലാം പൗർണമിക്ക് അമാവാസ്യരെന്ന് മാത്രമേ നടക്കൂ. പക്ഷെ ആ പ്രേതത്തിനെ പേടിച്ച് സാധാരണ ദിനങ്ങളിലും ഇരുട്ടായി കഴിഞ്ഞാൽ ആരും വീട്ടിൽ നിന്ന് പുറത്തു വരില്ല. ത്രിപൂർ ഗ്രാമത്തിലെ ജമീന്ദാരായ ശ്രീ സിംഹ എത്ര പ്രയത്നിച്ചാലും ആ നാട്ടിൽ നിന്ന് പ്രേതത്തിനെ മോചിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കുഴപ്പമില്ല, ആ വീട്ടിൽ സംരക്ഷണ കവചം ഇട്ടിട്ടുണ്ട്. ഇനി ആർക്കും ഒന്നും പറ്റില്ല. പ്രേതത്തിന്റെ ശല്യം തീർന്നു. അങ്ങനെ പോയ മാന്ത്രികൻ അടുത്ത ദിവസം നാട്ടിൽ നിന്ന് വെളിയിലുള്ള ആ മരത്തിൽ കഷ്ണം കഷ്ണമായി തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാതെ ത്രിപൂരിലെ പ്രജകൾ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതിങ്ങനെ ഇരിക്കുമ്പോ അവിടെ കോർബയിൽ സഞ്ജയുടെ വീട്ടിൽ വന്ന കടക്കാരൻ കടം തീർക്കാനായി വഴക്കിട്ടപ്പോ വേറെ മാർഗമൊന്നുമില്ലാതെ അവൻ 2 കഴുതകളെ വിറ്റ് കടം വീട്ടി. അച്ഛൻ്റെയും അമ്മേനെയും കടം വീട്ടിയത് നല്ല കാര്യമാണ് ചേട്ടാ. പക്ഷേ നമ്മളുടെ കഴുതകളില്ലാതെ ഭാരം എങ്ങനെ എടുക്കും? പോട്ടെ, നിന്റെ കൂട്ടുകാരനോട് സഹായം ചോദിക്കാമോ? അവരത് അറിഞ്ഞു കഴിഞ്ഞാൽ കടത്തിനെ കുറിച്ച് പറയാത്തതിന് വഴക്ക് പറയും. പണം വളരെ മോശമാ. രണ്ടുപേരുടെ ബന്ധത്തിനിടയിൽ പണം വരാൻ പാടില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ കാവടിയില് ചാക്കുകൾ എടുത്തോണ്ട് പോയി. വൈകുന്നേരം തിരിച്ചു വരാൻ നേരത്ത് ജമീന്ദാറിന്റെ വീട്ടിൽ കുതിരയെ മേയ്ക്കാനായി ഒരു ആളെ ആവശ്യമുണ്ട്. ആളെ ത്രികൂർ ജമീന്ദാറിന്റെ വീട്ടിൽ കുതിരയെ മേയ്ക്കാൻ ഒരു ആളെ വേണം. ആളെ. അത് കേട്ട് സഞ്ജയന് വളരെ സന്തോഷമാകും. അടുത്ത ദിവസം ത്രിപൂരിൽ പോയി ജോലി സമ്പാദിച്ചോണ്ട് വന്ന് ദൈവം ഒന്നെടുത്താൽ മറ്റൊന്ന് തരുമെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ അമ്മയും അച്ഛനെയും കൊണ്ടുപോയപ്പോൾ നിങ്ങളെ എനിക്ക് സുഹൃത്തുക്കളായി തന്നു. എന്റെ കഴുതയെ സേട്ട് കൊണ്ടുപോയപ്പോൾ ജമീന്ദാറിന്റെ വീട്ടിൽ എനിക്കിപ്പോൾ ജോലി കിട്ടിയിരിക്കുന്നു. 2 കഴുത പോയെങ്കിൽ 100 കുതിരയെ ഞാൻ വാങ്ങി തരുമായിരുന്നു. അയൽ ഗ്രാമത്തിൽ എന്തിനാ ജോലിക്ക് പോകുന്നത്? ആവശ്യമാണോ?
ആ നാട്ടിൽ എന്തോ പ്രശ്നമുണ്ടടാ. അതുകൊണ്ടാണ് ആ ഗ്രാമത്തിൽ ആളിനെ കിട്ടാതെ നല്ല പണം തന്ന് നമ്മുടെ ഗ്രാമജനങ്ങളെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഒന്നും പറ്റില്ലെന്നേ. വൈകുന്നേരം 5 മണിക്ക് വീട്ടിലേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നിന്റെ ഇഷ്ടം. സൂക്ഷിക്കണം. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നോട് പറയണം. അടുത്ത ദിവസം രക്ഷാബന്ധനായകൊണ്ട് അനിയത്തിയും കൂട്ടിക്കൊണ്ട് കൂട്ടുകാരൻ വെങ്കട്ടിന്റെ വീട്ടിൽ ചെന്നു. ആദ്യമായിട്ടാണ് ശാന്തി വെങ്കട്ടിനെ കാണുന്നത്. വെങ്കട്ടിനെ രാഖി കെട്ടി കുറച്ചുനേരം സംസാരിച്ചിട്ട് പോയി. പെങ്ങളെ ശാന്തി, ചേട്ടൻ ഞാൻ വാക്ക് തരുന്നു. എന്ത് പ്രയാസമുണ്ടെങ്കിലും ചേട്ടനുള്ള കാര്യം മറക്കണ്ട. ജീവൻ തരാനും ഞാൻ തയ്യാറാണ്. ശരി ചേട്ടാ, പോയിട്ട് വരാം. അവിടുന്ന് രണ്ടുപേരും ഭാസ്കറിന്റെ വീട്ടിൽ പോയി. ശാന്തി ഭാസ്കറിന് രാഖി കെട്ടി. ഭാസ്കർ ഒരുപാട് സന്തോഷിച്ച് ശാന്തിക്ക് പുതിയ തുണി, സ്വർണത്തിന്റെ മോതിരം, പിന്നെ കുറച്ച് മിഠായി കൊടുത്തയച്ചു. വീട്ടിൽ വന്ന് ഭാസ്കർ തന്ന സമ്മാനങ്ങൾ കണ്ട് ശാന്തി ഒരുപാട് സന്തോഷിച്ചു. ചേട്ടാ, നിങ്ങളുടെ കൂട്ടുകാരിൽ ഭാസ്കരൻ നല്ലവനാണ്. വെങ്കട്ട് ചേട്ടൻ ഭയങ്കര പിശുക്കനാ. മിഠായി പോലും തന്നില്ല. അങ്ങനെ ഒന്നുമില്ലെന്നേ. രണ്ടുപേരും നല്ലവരാണ്. വെങ്കട്ട് നമ്മളെ പോലെ ദരിദ്രൻ. ശരി, എനിക്ക് ജോലിക്ക് സമയമായി. അങ്ങനെ പറഞ്ഞ് ത്രിപൂരിൽ പോയി കുതിരയ്ക്ക് പുല്ലുകൊടുത്ത് വെള്ളമെടുക്കാമെന്ന് കിണറിന്റെ അടുത്ത് പോയപ്പോ കഴുതയുടെ ശബ്ദം കേട്ട് ഉള്ളിച്ചെന്ന് നോക്കിയപ്പോ ആ വീട്ടിന്റെ നടുവിൽ ബെഡ്ഷീറ്റ് ഇട്ട് കിടക്കുകയാണ് കഴുത. അതിന് പച്ച പുല്ലിട്ട എണീച്ച് നന്നായി തിന്നുന്നു. അപ്പൊ അവിടെ വന്ന ജമീന്ദാർ ദേഷ്യത്തിൽ, നീ എന്താണ് ചെയ്യുന്നത്? ഇതിനാരാ പുല്ല് കൊടുത്തത്? അങ്ങുന്നേ, കഴുതയ്ക്ക് പഴം കൊടുത്താൽ അതിന്റെ വയറ് ചീത്തയാകും. കഴുതയ്ക്ക് നല്ല ആരോഗ്യം വേണമെങ്കിൽ 3 നേരം ബാലിക്കഞ്ഞി പിന്നെ പച്ച പുല്ലും കൊടുക്കണം. ഓഹോ, അതുകൊണ്ടാണോ ഇത്രയും പഴങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് കഴിക്കാത്തത്? നിനക്ക് കഴുതയെ കുറിച്ചൊക്കെ അറിയാമോ? അറിയാം അങ്ങുന്നേ, ഞാൻ ചെറുപ്പം മുതലേ കഴുതയെ വളർത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരി, ഇനി മുതൽ ആ കുതിരയെ മേയ്ക്കുന്ന ജോലി നിർത്തി ഈ ഒരു കഴുതയെ മാത്രം നീ സംരക്ഷിക്കണം കേട്ടോ. വൈകുന്നേരം 4 മണിയാകുന്നെന്ന് ജമീന്ദാർ അവിടെ വന്ന്, ഇന്ന് പൗർണമിയാണ്, എല്ലാവരും വീട്ടിലേക്ക് പോകൂ, എല്ലാവരും സൂക്ഷിക്കണം. എല്ലാരും തിരിച്ചു പോവുകയാണ്. ജമീന്ദാർ കതകടച്ചു. സഞ്ജയ് ഒറ്റയ്ക്ക് അവന്റെ നാട്ടിൽ പോവുകയാണ്. വൈകുന്നേരമാകുന്നു. അങ്ങനെ ഇരിക്കെ തന്നെ നാട് നിർമനുഷ്യരാകും. എല്ലാരും വീട്ടിലേക്ക് പോയി കതകടച്ചു. സഞ്ജയ് അവന്റെ നാട്ടിലേക്ക് പോയി. ഇവിടെ ത്രിപൂരിൽ വളരെയധികം ഇരുട്ടി. പ്രേതാത്മാവ് വിളിക്കാനായി തുടങ്ങി. എനിക്ക് ഭംഗിയുണ്ട്, ഞാൻ സുന്ദരിയാണ്, നിന്റെ ജോഡി ഞാനാകുമല്ലോ. എനിക്ക് ഭംഗിയുണ്ട്, ഞാൻ സുന്ദരിയാണ്, നിന്റെ ജോഡി ഞാനാകുമല്ലോ. ചിലവര് കാതിൽ പഞ്ഞി വെക്കുന്നു. ത്രിപൂർ കാട് മാർഗത്തിൽ പോകുന്ന മറ്റു നാട്ടിലെ ജനങ്ങൾ അതിനെ മോഹിപ്പിക്കുന്ന വാക്കുകളിൽ ആകർഷികരായി അതിന്റെ മായയിൽ വീണ് ജീവൻ കളയുകയാണ്. പെൺകുട്ടികൾക്ക് അതിന്റെ മോഹിപ്പിക്കുന്ന വാക്കുകൾ ആൺകുട്ടികളുടെ ശബ്ദമായി കേൾക്കും. ആൺകുട്ടികൾക്ക് അതിന്റെ ധ്വനി പെൺകുട്ടിയുടെ ആയി തോന്നും. ഈ പൂർണിമയുടെ രാത്രിയിൽ പ്രേതാത്മാവിന്റെ കയ്യിൽ 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും മരിച്ചു. അടുത്ത ദിവസം അവരുടെ ശവങ്ങൾ നാട്ടിന്റെ വെളിയിൽ മരത്തിൻ താഴെ കുഴി കുഴിച്ചു മൂടി. ഇതെല്ലാം കണ്ട സഞ്ജയന് പേടിയായെങ്കിൽ പുറമെ മാത്രം ധൈര്യമോടെ ഇരുന്നു. ദിവസങ്ങൾ കഴിയുന്നു. കുറച്ചു ദിവസത്തിൽ സഞ്ജയുടെ നന്മ കണ്ട് ഒരു ദിവസം ജമീന്ദാർ വിളിച്ച്, സഞ്ജയ്, ഇനി എല്ലാ ദിവസവും കഴുതയെ കാട്ടിലേക്ക് കൊണ്ടുപോകൂ. വൈകുന്നേരം 4 മണിക്കുള്ളിൽ എന്ത് സംഭവിച്ചാലും വീട്ടിൽ വരണം. കറുത്ത വാവ് പൗർണമി ദിവസം വെളിയിൽ കൊണ്ടുപോകണ്ട, നീ സൂക്ഷിക്കണം.
കഴുതയ്ക്ക് എന്തെങ്കിലും പരിക്കേറ്റാൽ നിന്നെ കൊന്നുകളയും. ശരിയങ്ങൂന്നേ. അങ്ങനത്തെ കയറ് കെട്ടി കാട്ടിനുള്ളിൽ വിളിച്ചോണ്ട് പോകും. കാട് കണ്ടതും കഴുതയ്ക്ക് എങ്ങില്ലാത്ത സന്തോഷം വന്ന് തുള്ളാനും കൂകാനും തുടങ്ങി. എല്ലാവരും വളർത്തുമൃഗങ്ങളായി പട്ടിയും പൂച്ചയും ഒക്കെയാ വളർത്തുന്നത്, എന്നാൽ ഇവർ കഴുതയെ വളർത്തുന്നു. അത് കേട്ട കഴുത സഞ്ജയനെ കാല് വെച്ച് ജോറായി തൊഴിക്കും. ആ ചവിട്ടിൽ സഞ്ജയ് ദൂരത്തിൽ ചെന്ന് വീഴും. അമ്മേ! ഓണറിന് വഴക്ക് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു. അപ്പോൾ നന്ദിയുള്ള കഴുതയാണിത്. ഇങ്ങനെ മാസങ്ങൾ കഴിഞ്ഞുപോയി. എന്നും കഴുതേനെ കാട്ടിക്കൊണ്ടുപോണതും ഇരുട്ടു മുമ്പേ വീട്ടിലേക്ക് കൊണ്ടുവരണതും. വൈകുന്നേരം 5 മണിയാകും മുമ്പേ കോർബയ്ക്ക് പോയി കുറച്ചു നേരം സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിൽ സമയം ചെലവാക്കി വീട്ടിലേക്ക് പോകും. ഇങ്ങനെ 1 വർഷം കഴിഞ്ഞു. ആ ദിവസം രക്ഷാബന്ധൻ. സഞ്ജയ്ക്കൊപ്പം ഭാസ്കരനും വെങ്കട്ടനും രാഖി കെട്ടി. ഇന്ന് ജോലിക്ക് പോണ്ട ചേട്ടാ, വീട്ടിലിരിക്ക്, പായസം ഉണ്ടാക്ക, കഴിച്ചിട്ട് പോ. ഇല്ല മോളെ, ഇന്ന് പൗർണമിയാണ്. വൈകുന്നേരം ഞാൻ നേരത്തെ വരാം. അങ്ങനെ പറഞ്ഞ് ത്രിപൂരിൽ പോയി എന്നത്തെയും പോലെ മറന്നുപോയി. പൗർണമി എന്ന് ഓർക്കാതെ കഴുതേനെ കാട്ടിലേക്ക് കൊണ്ടുപോകും. ജമീന്ദാർ അടുത്ത നാട്ടിന്ന് തിരിച്ചു വന്ന് നോക്കിയ കഴുതയില്ല. രംഗ, സൂരി, അബു, വേഗം ഗ്രാമത്തിലെ കാട്ടിൽ പോയി എവിടെയാണെങ്കിലും നമ്മുടെ കഴുതയെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ. അവനോട് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞതാ, പൗർണമി കറുത്തവാവ് ദിവസം കഴുതയെ വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകരുതെന്ന്. സഞ്ജയ്, നീ എവിടെയാണ്? സഞ്ജയ്. ജോലിക്കാരെല്ലാം കഴുതയ്ക്കായി നാടെല്ലാം ചുറ്റി നോക്കി. സഞ്ജയ്, 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 നീ എവിടെയാണ്? നീ എവിടെയാണ്? സഞ്ജയ്, സഞ്ജയ്, എടോ സഞ്ജയ്, സഞ്ജയ്, നീ എവിടെയാ? സഞ്ജയ്, സഞ്ജയ്. പക്ഷെ എങ്ങും കിട്ടിയില്ല. വൈകുന്നേരം 4 മണിയായി. വെറും കൈയോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു 3 പേരും. അയ്യോ, അവൻ എന്തു പറ്റിയെന്നേ അറിയില്ലല്ലോ. ആ കാട്ടിനുള്ളിൽ ചെളിക്കുന്നിൽ കുടുങ്ങി 2 പേരും. എത്ര ശ്രമിച്ചിട്ടും വെളിവരാൻ പറ്റുന്നില്ല 2 പേർക്കും. ഇനിയൊരു നിമിഷത്തിൽ മൊത്തമായി മുങ്ങുമെന്ന് തോന്നിയപ്പോ ഇരുട്ടി. കഴുത പ്രേതാത്മാവിനെ പോലെ മാറി. കയറുവിട്ടതും താഴെ വീണു സഞ്ജയ്. പ്രേതാത്മാവ് കാറ്റിൽ പറന്നുകൊണ്ടുപോയി. കഴുത പ്രേതാത്മാവായി മാറുന്നത് കണ്ട് പേടിച്ചുകൊണ്ട് അവിടെ തന്നെ ബോധം കെട്ട് വീണു. ഇരുട്ടായി. ത്രിപുരം മൊത്തം ശാന്തമാണ്. എനിക്ക് ഭംഗിയുണ്ട്, ഞാൻ സുന്ദരിയാണ്, നിന്റെ ജോഡി ഞാനാകുമല്ലോ. എനിക്ക് ഭംഗിയുണ്ട്, ഞാൻ സുന്ദരിയാണ്, നിന്റെ ജോഡി ഞാനാകുമല്ലോ. അതിന്റെ മോഹിപ്പിക്കുന്ന വാക്കുകളിൽ അടുത്ത നാട്ടുകാരൻ ബലിയായിപ്പോയി. അവിടെ ചേട്ടൻ അർദ്ധരാത്രിയായിട്ടും വീട്ടിൽ വന്നില്ല എന്ന് കാത്തിരിക്കുകയാണ് ശാന്തി. ഇത്രയില് ഭാസ്കർ, വെങ്കട്ട് 2 പേരും വന്ന്, ഇന്ന് സഞ്ജയ് എന്റെ അടുത്ത് വന്നതേയില്ല. അവന് എന്തു പറ്റി? പനി വല്ലതുമുണ്ടോ? എന്നെ കാണാനും വന്നില്ല. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ശരിക്കും ചേട്ടൻ വീട്ടിൽ വന്നിട്ടില്ല ചേട്ടാ. എവിടെ കുടുങ്ങിപ്പോയോ എന്തോ. വിഷമിക്കണ്ടെന്നേ, ഞാൻ ഇപ്പോഴേ ത്രിപൂരിലേക്ക് പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. നീ ധൈര്യമായിട്ടിരിക്കെ. അങ്ങനെ പറഞ്ഞ് 2 പേരും ഭാസ്കർ കുതിരയുടെ മേളിക്കേറി ത്രിപൂരിൽ ചെന്ന് നോക്കിയപ്പോ നാട് മൊത്തം വിജനമായിട്ടുണ്ട്. 2 പേരും താഴെ ഇറങ്ങി വഴിയിൽ നടന്നുകൊണ്ട് പോവുകയാണ്. വെങ്കട്ട്, നീ കേട്ടോ? മയക്കുന്ന ശബ്ദത്തിൽ ഒരു പെൺകുട്ടി വിളിക്കുന്നു. അതെ, വിചിത്രമായിട്ടുണ്ടല്ലോ. ഈ ഗ്രാമവും വിചിത്രമാണ്. അതാ, അത് ജമീന്ദാറിന്റെ വീടായിരിക്കും. എത്ര വിളിച്ചിട്ടും കതക് തുറക്കാത്തപ്പോ അവിടെ വരാന്തയിലിരുന്ന് കാക്കുകയായിരുന്നു. രാവിലെ ആകാൻ തുടങ്ങിയപ്പോ വേഗത്തിലൊരു ശബ്ദം.
ആ നിലവിളി കേട്ട് പേടിച്ച് രണ്ടുപേരും എണീച്ചു. വീണ്ടും കതക് കൊട്ടി. പക്ഷെ ആരും കതക് തുറന്നില്ല. രാവിലെയായി. നാട്ടിൽ ഓരോരുത്തരായി വെളിവരാൻ തുടങ്ങി. ജമീന്ദാർ കതക് തുറന്നതും, നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരൻ ഞങ്ങളുടെ സുഹൃത്ത് സഞ്ജയ് എവിടെ പോയി? ഇന്നലെ രാത്രി നിങ്ങൾക്കൊന്നും പറ്റിയില്ലേ? നിങ്ങൾ ശബ്ദമൊന്നും കേട്ടില്ലേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? ഞങ്ങളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. സഞ്ജയ് എവിടെ? പറയൂ. കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ആ ശബ്ദം കേട്ടിട്ടും ഇവർക്ക് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ആ സഞ്ജയ് ഇന്നലെ തന്നെ ജോലി തീർത്ത് പോയി. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കൂ. ആ വിളി കേട്ടുടനെ പേടിച്ച് വീട്ടിനുള്ളിൽ പോയി വിഷമത്തിൽ കതവ് കുറ്റിയിട്ടു. സഞ്ജയനെ തേടി നാട്ടിൽ മൊത്തം തിരക്കിയപ്പോ വഴിയിൽ ജോലിക്കാരൻ അബ്ബുനെ കണ്ട് നടന്നതെല്ലാം പറയും. സഞ്ജയുടെ ജോലി ദിവസവും കഴുതയെ കാട്ടിലേക്ക് കൊണ്ടുപോയി വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരണം. ഇന്നലെ പോയി, എന്നാൽ തിരിച്ചു വന്നതേയില്ല. കാട് മുഴുവനും നോക്കി, കിട്ടിയതേയില്ല. ജമീന്ദാറിന്റെ കയ്യിൽ എത്ര കഴുതകളുണ്ട്? കുതിര ഒരുപാടുണ്ട്. കഴുത ഒന്ന് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ അമ്മായിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാ. ശ്രീലേല അമ്മായി മരിച്ചുപോയതും ആ കഴുതയെ സംരക്ഷണത്തോടെ നോക്കുന്നതാ. ഈ ശ്രീലേല അമ്മ ആരാ? ജമീന്ദാറിന്റെ ഭാര്യ. എനിക്കെന്തോ സംശയം തോന്നുന്നു. ജമീന്ദാറിന്റെ കയ്യിൽ ഞാൻ ചോര കണ്ടു. ആദ്യം സഞ്ജയെ അന്വേഷിക്കാം. സഞ്ജയെ കിട്ടിയില്ലെങ്കിൽ ആ ജമീന്ദാറിനെ ചെയ്യുന്നത് കണ്ടോ നീ? അങ്ങനെ വിചാരിച്ചോണ്ട് രണ്ടുപേരും ഒരു നിമിഷം പോലും കളയാതെ കാട്ടിനുള്ളിൽ തേടിക്കൊണ്ട് ആ കുഴിയുടെ അടുത്ത് തന്നെ ബോധമില്ലാതെ കിടക്കുന്ന കൂട്ടുകാരനെ കണ്ട് ആ കുതിര വണ്ടിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി വൈദ്യനെ കാണിച്ചാൽ എനിക്ക് കഷായം കൊടുക്കൂ, നാളെ എല്ലാം ശരിയാകും. സഞ്ജയ് കണ്ണു തുറക്കുന്നില്ല. എന്ത് കഴിച്ചാലും ഛർദിക്കുകയാണ്. അത് കഴിച്ച കോഴിയും കൊക്കും അവിടെ തന്നെ മരിച്ചു വീഴുകയാണ്. ഇതെല്ലാം വിചിത്രമായി തോന്നി. ഓടിപ്പോയി വെങ്കട്ടനോട് പറഞ്ഞു ശാന്തി. ഇത് സാധാരണ പനി പോലെ തോന്നുന്നില്ല. ഞാൻ ഇപ്പോൾ തന്നെ മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുവരാം. വെങ്കട്ട് കുതിരയുടെ മേളില് ഒരു ദിവസം മൊത്തം യാത്ര ചെയ്ത് മധുരയ്ക്കെത്തി മന്ത്രവാദിനിയോട് നടന്നതെല്ലാം പറഞ്ഞ് കൂടെ വിളിച്ചോണ്ട് വരും. വെങ്കട്ട് വരും വരെ അനിയത്തിക്കൊപ്പം ഭാസ്കർ ഉണ്ടായിരുന്നു. സഞ്ജയുടെ മുഖം വിഷമത്തിലായി. മന്ത്രവാദിനി അവിടെ വേതാളത്തിന്റെ മന്ത്രം കൊണ്ട് നെറ്റിയിലടിച്ചപ്പോ കറുത്ത പുക വായിന്ന് വന്നു. ആ പുകയൊക്കെ പുറത്തു പോയതിനു ശേഷം സഞ്ജയ് കണ്ണു തുറക്കും. എല്ലാരും ആശ്വാസത്തിലായി. മുത്തശ്ശി, എന്റെ ചങ്ങാതിക്ക് ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? പ്രേതം പോയോ? പ്രേതം പോയി. പക്ഷെ അവന്റെ പ്രാണനാപായം പ്രേതം കാരണമല്ല. പ്രേതശാപത്തിന് ആപത്ത്. സഞ്ജയ്, എന്താ നടന്നത്? സഞ്ജയ് നടന്നതെല്ലാം വിശദമായി പറഞ്ഞു. കഴുത പിശാചായി മാറിയോ? മുത്തശ്ശി, അന്ന് ജമീന്ദാറിന്റെ വീട്ടിൽ നിന്ന് കഴുത അലക്കുന്നത് കേട്ടു. അയാളും പേടിച്ചു പറിച്ച് അകത്തേക്കും ഓടിപ്പോയി. ജമീന്ദാറിന്റെ കയ്യിൽ ചോര കണ്ടതാ. അന്ന് രാത്രി ആ ഗ്രാമത്തിലൊരു സ്ത്രീ അലറുന്നതും കേട്ടു. ആ ശബ്ദം കേട്ട് നിങ്ങൾക്കൊന്നും പറ്റിയില്ലേ എന്നും അയാൾ ചോദിച്ചു. സഞ്ജയ് ചാകാതിരിക്കുന്നത് നിന്നെ അവള് മോഹവാക്കുകളായി രക്ഷിച്ചു. നിങ്ങൾ മൂന്നുപേരുടെയും കയ്യിലുള്ള രക്ഷാബന്ധൻ. നിന്റെ അനിയത്തിയുടെ സ്നേഹമാണ് നിന്നെ രക്ഷിച്ചത്. വരൂ ആ ജമീന്ദാറുടെ വീട്ടിലേക്ക്. ശാന്തി, ഞാൻ വരും വരെ നിന്റെ ചേട്ടൻ വെളി വരാൻ പാടില്ല. മുത്തശ്ശി മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് പ്രേതത്തിനെ ഓട്ടിച്ച് വീടിന് രക്ഷാകവചം ഏർപ്പാടാക്കി. ഇവര് മൂന്നുപേരും ജമീന്ദാരുടെ വീട്ടിൽ പോയി ചോദിച്ചപ്പോ, പല വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഭാര്യയും ഞാനും മകൾ ആശാശ്രീയോടൊപ്പം കാട്ടിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സമയം രാത്രിയായി. അമാവാസിയുടെ ദിവസം പോണ്ടെന്ന് എന്റെ അമ്മ പറഞ്ഞതാ. നിങ്ങൾ വിളിച്ചോണ്ട് വന്നു. ഈ ഇരുട്ടിൽ വഴിയറിയാതെ നടക്കുകയാ. ഞാൻ നന്നായി തന്നെ ഓടിക്കുന്നത്. എത്ര ഓടിച്ചിട്ടും ഗ്രാമാതിർത്തി കാണാനേ പറ്റുന്നില്ല. എന്താ, വഴി തെറ്റിയോ? അതെ, ത്രിപൂരിലേക്ക് പോകുന്ന വഴി ഏതാ? എങ്ങനെ പോയാലും ആ നാട്ടിലേക്ക് പോവാൻ പറ്റില്ലടോ. അമാവാസിയുടെ സമയത്ത് പോയാ ഇവിടുന്ന് മറ്റൊരു വശത്ത് പോണ സമയത്ത് നീ ചോദിക്കുന്ന ഗ്രാമം കിട്ടും. എന്താ മുത്തശ്ശി, വഴി അവിടെ കാണില്ലേ? എന്താന്ന് വെച്ചാ ശ്മശാനത്തിൽ ജീവൻ വരുന്ന സമയമാണിത്. ഈ സമയത്ത് നാട്ടിന്റെ വെളിയിലെല്ലാം അടച്ചുപൂട്ടും. നിങ്ങളുടെ നല്ലതിനാ പറയുന്നത്. അമ്മ, എനിക്ക് ഇവരെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവുക. ഭയങ്കര വിശപ്പും ദാഹം തോന്നുക. വാ വീട്ടിലേക്ക് പോകാം. പേടിക്കണ്ട മോളെ, അവര് കാട്ടി താമസിക്കാൻ നമ്മുടെ പോലത്തെ മനുഷ്യരാ.
ആ കറുത്തവാവ് കഴിയുന്നത് വരെ ആ മന്ത്രവാദിനികളോടൊപ്പം ഇരിക്കാമെന്ന് കരുതി അവരുടെ ഗുഹയിലേക്ക് പോയി. അത് കാണാൻ തന്നെ ഭയാനകരമായിരുന്നു. വൃത്തികെട്ടത്, നിന്നെ കണ്ടാൽ തന്നെ എനിക്ക് പേടിയാവോ? അതിനൊപ്പം തന്നെ വൃത്തികെട്ട് കഴുതരെ ഇറച്ചി തിന്നാൻ തരുവാണോ? അങ്ങനെ പറഞ്ഞപ്പോൾ മന്ത്രവാദിനികൾക്ക് ദേഷ്യം വന്ന് അരയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് എറിഞ്ഞപ്പോൾ പാവം ആ കാളവെട്ടിക്കാരൻ മരിച്ചുപോയി. നീ നിക്കുമോളെ, കൊന്നാ നിന്റെ ദേഷ്യം തീരുന്നല്ലാതെ അതിന് ബുദ്ധി വരില്ലല്ലോ. ത്രിഖം കാർത്തബം വക്രം പ്രേതബം അബ്രകം ദബ്രകം വശിച്ചികം. ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് എന്റെ മകൾക്ക് നേരെ ഉപ്പെന്ന് ഊതി. എന്ത് ചന്തം കൊണ്ട് നീ അഹങ്കരിക്കുന്നോ ആ ചന്തം പോയി പൗർണിമ അമാവാസ്യക്ക് ഭയങ്കരിയായ പ്രേതമായി മാറി യുവതിയരെ യുവകരെ കൊല്ല്. നീ 111 പന്നികളെ കൊന്നു തിന്ന് അടുത്ത ക്ഷണം ഇവിടെ എന്റെ മകൾക്ക് നിന്റെ ചന്തം കിട്ടും. നിനക്ക് എന്റെ മകളുടെ വൃത്തികെട്ട മുഖം വരും. പകല് കഴുതയായി, രാത്രി നിന്റെ രൂപത്തിലിരിക്കും. നീ കഴുതേന്ന് പിശാചായി മാറുന്ന കണ്ടതും എന്റെ ശാപം കിട്ടും. പിന്നെ അതിനെ സഹിക്കാൻ പറ്റാതെ നിശാചി എന്ന നിഴലിന്റെ പ്രേതം പിടിച്ച് 7 ദിവസത്തിൽ മരിച്ചു പോകും. അവിടെ നിന്നും ഗ്രാമത്തിലേക്ക് വന്ന് ഒരുപാട് മന്ത്രവാദികളെയും സ്വാമിജിമാരെയും കണ്ട് ഒരുപാട് മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് പല തന്ത്രങ്ങളും ചെയ്തിട്ടും എന്റെ മകൾ മനുഷ്യ സ്ത്രീയായി മാറിയതേയില്ല. എന്റെ മകൾ കാരണം ഗ്രാമത്തിലെ എല്ലാവരും മരിക്കുന്നുവെന്ന് കരുതിയാണ് ഗ്രാമജനങ്ങൾ എന്നെയും എന്റെ മകളെയും കൊന്നുകളയുമെന്ന് പേടിച്ചാണ് ഞാൻ ജീവിച്ചത്. ഒരു രാത്രിയിൽ പെട്ടെന്ന് എന്റെ ഭാര്യ കഴുതയായിരുന്ന ആശാശ്രീ പ്രേതമായി മാറുന്നത് കണ്ട് മന്ത്രവാദി പറഞ്ഞതുപോലെ 7 ദിവസത്തിനുള്ളിൽ മരിച്ചുപോയി. ഇപ്പോൾ സഞ്ജയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒരു പെണ്ണിന് വേണ്ടി ഇത്രയും ആൾക്കാരെ താൻ ബലിയെടുത്തു. കഴുതയായിട്ടുള്ള തന്റെ മകളെ കൊന്നാലെല്ലാം ശരിയാകും. അങ്ങനെ ചെയ്താൽ കഴുത ചത്ത് അടുത്ത നിമിഷം ഗ്രാമത്തിലെ ആൺകുട്ടികൾക്ക് നേരെ ആ ശാപം വീഴും. അതുകൊണ്ടാണ് ഞാൻ എന്റെ മകളെ കൊല്ലാത്തത്. ഇപ്പോൾ എന്ത് ചെയ്യും മുത്തശ്ശി? സഞ്ജയെ രക്ഷിക്കാൻ പറ്റില്ലേ? സഞ്ജയ്ക്കൊപ്പം ആശാശ്രീയെയും ഈ ഗ്രാമത്തിനെ രക്ഷിക്കണം. അങ്ങനെ കഴുതയുടെ രൂപത്തിലുള്ള ആശാശ്രീനെ വിളിച്ചുകൊണ്ടുപോയി സഞ്ജയുമായി വിവാഹം ചെയ്തു. എനിക്ക് 8 കിലോ സ്വർണം, 18 കിലോ വെള്ളി വേണം. 2 വലിയ ഹാരങ്ങൾ വേണം. മുത്തശ്ശി പറഞ്ഞത് കൊണ്ടുവരാനായി അവന്റെ പറമ്പെല്ലാം വിറ്റുവന്നു ഭാസ്കർ. അതിനൊപ്പം 8 കിലോയുടെ സ്വർണത്തിന്റെ കൊടാലി, 18 kg വെള്ളിയുടെ കൊടം, വജ്രങ്ങൾ ഒട്ടിച്ച ചെരുപ്പുകള് ഉണ്ടാക്കി മന്ത്രവാദി മുത്തശ്ശി. നിങ്ങളിൽ പ്രാണത്തിന്റെ മേൽ ആശയില്ലാത്തവർ മാത്രം ഇതിനെ തൊടുക. എന്റെ ചങ്ങാതിക്ക് വേണ്ടി ഞാൻ തൊടാം. ഒരു ക്ഷണം പോലും ഇല്ലാതെ അതിനെ എടുത്തോണ്ട് മുത്തശ്ശി പറഞ്ഞ ദിക്കിലേക്ക് പോയി ആ മാന്ത്രികനുള്ള സ്ഥലത്തേക്ക് ചെന്നു. ഈ വജ്രങ്ങളുള്ള ചെരുപ്പുകള് നിന്റെ മേളിലുള്ളവരെ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് 3 പേരെയും വെട്ടിക്കളഞ്ഞു. അവര് വീണ്ടും തിരിച്ചു വന്നു. വക്രം പ്രേതബം അബ്രകം ദബ്രകം വശിചികം. 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 വെള്ളിക്കുടത്തിൽ വെട്ടിയതിട്ട അത് ഭസ്മമായി പോകും. മുത്തശ്ശി പറഞ്ഞത് വെട്ടിയതിനെ വെള്ളിക്കുടത്തിലിട്ടതും അത് ഭസ്മമാകും. അങ്ങനെ അവരെ അങ്ങ് കൊന്ന് വീട്ടിലേക്ക് വന്ന് ആ ഭസ്മത്തിനെ കഴുതയുടെ മേളിലിട്ടതും കഴുത ആശശ്രീയായി മാറും. ആശശ്രീയുടെ ഇഷ്ടം സമ്മതവും ഇല്ലാതെ എന്തിനാ എന്റെ ചേട്ടനുമായി കല്യാണം കഴിപ്പിച്ച മുത്തശ്ശി? തെറ്റല്ലേ? താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ ആ മന്ത്രവാദിനിയുടെ മകൾ മരിക്കുമ്പോ അവളുടെ രൂപം ആശിക്ക് വരും. കല്യാണം കഴിച്ചാൽ അവരിട്ട ശാപം മുറിഞ്ഞു പോകും. അതിനാ അങ്ങനെ ചെയ്തത്.
എങ്കിലും ആശ, നിനക്ക് സഞ്ജയ് ഇഷ്ടമാണോ അല്ലേ? ഇഷ്ടമാണ് മുത്തശ്ശി. അതുകൊണ്ടല്ലേ കഴുതയായിരിക്കുമ്പോഴും തൊഴിച്ചത്? ചേട്ടൻ എന്നാൽ എല്ലാ സഹോദരികൾക്കും ബലമാണ്. അനിയത്തി എന്നാൽ എല്ലാ ചേട്ടനും എന്താ സ്നേഹം. ചേട്ടൻ അനിയത്തിമാർക്കെല്ലാം രക്ഷാബന്ധന്റെ ആശംസകൾ.